നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പിന്നെയും ഒരു കാർനെറ്റ് എൻട്രിയുടെ ഒപ്പമാണ്. അതായത് പുതിയതായിട്ട് നമ്മുടെ കേരളത്തിൽ ഇന്ത്യാസ് ഫസ്റ്റ് നമ്മുടെ സ്റ്റിംഗ്രേ ഇവിടെ വന്നിട്ടുണ്ട്. കോർവെറ്റ് സ്റ്റിംഗ്രേ C8. ഇതൊരു V8 എഞ്ചിനോടെ വന്നൊരു വണ്ടിയാണ്. നാച്ചുറലി ആസ്പിറേറ്റഡ്. എന്താ സൗണ്ട്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വീഡിയോയ്ക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇതാണ് നമ്മുടെ കോർവെറ്റിൻ്റെ സ്റ്റിംഗ്രേ C8 വിത്ത് ഒരു പാക്കേജ്, ഒരു സ്പോർട്സ് പാക്കേജ് ഇതിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഞാൻ ജസ്റ്റ് കീ കാണിച്ചു തരാം. ഇതിൻ്റെ നൈസ് ഒരു കീ ആണ്. ഈ കീ വെച്ച് തന്നെ നമുക്ക് ഇതുണ്ടോ, ഈ കീയിൽ തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും കൺവേർട്ട് ആക്കാനും അതുകൊണ്ട് വണ്ടി ഓഫ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഈ ഒരു കീയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇത് മസ്കറ്റിൽ നിന്ന് ഇറക്കിയേക്കുന്ന വണ്ടിയാണ്. നമ്മുടെ ഷെമിമോനാണ് ഇപ്രാവശ്യം വണ്ടി ഇറക്കിയേക്കുന്നത്. നമ്മുടെ നിതിൻ ബ്രോ, നമ്മൾ പണ്ട് ഒരു ലോട്ടസ് ഇറക്കിയിട്ടുണ്ടായി. ആ നിതിൻ ബ്രോ തന്നെയാണ് ഈ ഒരു കോർവെറ്റ് സ്റ്റിംഗ്രേയും ഇപ്രാവശ്യം കൂടെ ഇറക്കിയേക്കണേ. അപ്പോൾ ഇതാണ് വണ്ടി. റിയർ എഞ്ചിൻ വണ്ടിയാണ്. ഇതാണ് നമ്മുടെ ഫ്രങ്ക് എന്ന് പറയാൻ പോയാൽ. ആൻഡ് ദിസ് ഇസ് ദ വീൽസ്. ആ ഒരു ബ്ലാക്ക് അലയുടെ നമ്മുടെ കോർവെറ്റിൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 245, 35 R 19 ഇഞ്ച് വീൽസാണ്. ഇതിന് വലിയ ഡിസ്ക് ബ്രേക്സും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മുടെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ വെച്ചേക്കണേ. ഇൻ്റർകൂളറും എല്ലാം എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ കൺവേർട്ടബിൾ ഞാൻ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഫുൾ വണ്ടി ഓവറോൾ വണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് റിയറിൽ നോക്കാൻ പോയാലും കുറച്ചും കൂടെ വൈഡ് ടയേഴ്സാണ്. 305, 30, 20 ഇഞ്ച് വീൽസാണ്. ഫ്രണ്ടിൽ 19 ആണെങ്കിൽ റിയറിൽ 20 ഇഞ്ച് വീൽസാണ് കൊടുത്തേക്കണേ. ബാക്കിൽ ക്വാഡ് എക്സോസ്റ്റ് ആണ്. രണ്ട് എക്സോസ്റ്റാണ്. ഒരു സൈഡിൽ 4 എക്സോസ്റ്റ് ഉണ്ട്. V8 എഞ്ചിനാണ്. ഇതാണ് അതിൻ്റെ ഒരു ടെയിൽ ലാമ്പ്. ഇവിടെ ഒരു സ്റ്റിംഗ്രയുടെ ഒരു ലോഗോ നമുക്ക് കാണാം. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട്. അവിടെ എന്ത് അവിടെ ആയിട്ടോ റിവേഴ്സ് ക്യാമറ കൊടുത്തേക്കണ്ട. അതാണ് ആ റിവേഴ്സ് ക്യാമറ വന്നേക്കണേ. ആൻഡ് ഇവിടെയാണ് ആ എഞ്ചിൻ ഇരിക്കുന്നത്. V8 നാച്ചുറലി ആസ്പിറേറ്റഡ് V8 എഞ്ചിൻ ഈ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണൊരു ഓവറോൾ ലുക്ക്. ഞാൻ ജസ്റ്റ് വണ്ടി പെട്ടെന്ന് നിങ്ങൾക്ക് ഉള്ളിൽ കയറി കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഡോർ ഹാൻഡിൽ ഇരിക്കുന്നത്. മാൻ, ദിസ് ഈസ് ദ കാർ. ബോസിൻ്റെ സ്പീക്കേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇവിടെയും സ്റ്റിംഗ്രേ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. സോ ദിസ് ഈസ് ദ കാർ. ഇതാണ്. ഞാൻ ജസ്റ്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ഇൻറ്റീരിയറോടെയാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. ഇവിടെയും ഒരു ലോഗോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കുറച്ച് കൺട്രോൾസും പാഡിൽ ഷിഫ്റ്റും കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഇവിടുത്തെ കൺട്രോൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം ഡ്രൈവർ സൈഡിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ ഇത് കൺവേർട്ടബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കൺവേർട്ടബിൾ ഓപ്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബക്കറ്റ് സീറ്റ്സ് ആണ്. ഭയങ്കര അടിപൊളി ഫിനിഷ് ആട്ടോ. മൊത്തത്തിൽ AC വെൻസിൻ്റെയൊക്കെ മാറ്റിനൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ നല്ല രസമുണ്ട് കാണാൻ. ഒരു ഭയങ്കര ഭയങ്കര നീളമുള്ള AC വെൻസ് ആണ്. ബോഷ് പെർഫോമൻസ് സീരീസ് സ്പീക്കേഴ്സ് നമുക്കിവിടെ കാണാം. പിന്നെ ഇവിടെയാണ് കൺവേർട്ടബിൾ ഓപ്ഷൻ വരുന്നത്. ഇതുണ്ടോ, ഈ ബട്ടൺസിലാണ് കൺവേർട്ടബിൾ ഓപ്ഷൻസും കാര്യങ്ങളും തന്നെ. ലോക്ക് അൺലോക്ക്. ഇവിടെ നമുക്ക് ഫ്രങ്കും ഡിക്കിയും അതായത് ബൂട്ട് സ്പേസും ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ നമുക്ക് സീറ്റ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. അതിൻ്റെ ഓപ്ഷനുണ്ട്. ഇവിടെയാണ് നമുക്ക് പാർക്ക് ബ്രേക്കിൻ്റെ ഓപ്ഷൻ തന്നെ. ഇവിടെ നമുക്ക് ടോഗിൾ സ്വിച്ച് ഉണ്ട്. ന്യൂട്രലിൽ റിയറൊക്കെ ഇവിടെയാണ്. D ഓട്ടോ പാർക്കിലിട്ടേക്കുന്നുണ്ട്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് സസ്പെൻഷൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കാണാൻ പറ്റും. അതും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്ത് ഏൽപ്പിക്കാം. ഇവിടെയും AC കൺട്രോൾ സ്വിച്ചസ് മൊത്തം ഇവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുണ്ട്, ഈ നിരയായി ഇരിക്കുന്നത് അതെല്ലാം AC കൺട്രോൾ സ്വിച്ചസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ വണ്ടി ഇറക്കിയത് നമ്മുടെ നിതിൻ ചേട്ടനാണ്. ഇത് നിതിൻ ചേട്ടൻ നിങ്ങൾ കണ്ടോർക്കണമെന്നറിയില്ല. ഏത് വണ്ടിയാണ് നിതിൻ ചേട്ടൻ നമ്മൾ ലാസ്റ്റ് ഇറക്കിയത്? ലോട്ടസ് സൂപ്പർ ചാർജ്. അതെ, ലോട്ടസ് ഇറക്കിയിട്ടുണ്ടായി. അതായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ചാനലിൽ ചെയ്ത ഫസ്റ്റ് കാർനെറ്റ് വണ്ടിയുടെ വീഡിയോ അതായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്താണ് അല്ലേ? ട്രിവാൻഡ്രത്തല്ലേ? യെസ്. അപ്പോൾ വണ്ടി ട്രിവാൻഡ്രത്തേക്കാണ് പോണത്. അത് നിങ്ങൾ എന്തായാലും ഓർത്ത് വെച്ചോ. അപ്പോൾ അതിന് ചേട്ടാ, ഇത് എങ്ങനെ ഇപ്രാവശ്യം എന്തുകൊണ്ട് ലോട്ടസ് കൊണ്ടുവന്നു? അല്ലെ, ഐ മീൻ കോർവെറ്റ് കൊണ്ടുവന്നു. ലോട്ടസിന്റെ ഓർമ്മ ഇതുവരെ പോയിട്ടില്ല. ഇന്ത്യയിലില്ല. ആദ്യത്തെ അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് കാർ C8 ആണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു ഫേവറേറ്റ് കാറായിരുന്നു. കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ അവിടെ മസ്കറ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി. ഇപ്പൊ എത്ര നാളായിട്ട് കയ്യിലുണ്ടാവും വണ്ടി? എത്ര നാളായി കയ്യിലായിട്ട്? കുറച്ചായിട്ടുള്ളൂ. ഒരു 3 മാസം 4 മാസം. ഓഹോ, അപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് ഇറക്കി നേരെ ഫസ്റ്റ് നാട്ടിലോട്ട് ഇങ്ങോട്ട്. അടിപൊളി അടിപൊളി. അപ്പൊ ഇപ്പൊ ലോട്ടസ് ഇപ്പോഴും കയ്യിലില്ലേ? ലോട്ടസ് ഉണ്ട്. വേറെ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും? ലോട്ടസ് ഉണ്ട്, ബ്രാബസ് 800 ഉണ്ട്, മസറാട്ടി ഉണ്ട്. ഇതൊക്കെ എപ്പോഴാണ് ഇങ്ങോട്ട് ഓരോന്നായിട്ട് കൊണ്ടുവരിക. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കുറെ വണ്ടികൾ നിങ്ങളുടെ സൈഡിൽ കാണാം. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി ജസ്റ്റ് ഓൾമോസ്റ്റ് കാണിച്ചു കൊടുത്തു. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ ഇതിന്? നമുക്ക് ഇപ്പൊ ഞാൻ ജസ്റ്റ് നോർമലായിട്ട് പറഞ്ഞു കൊടുത്തുള്ളൂ. എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ട് എന്തെങ്കിലും? ആക്ച്വലി ഇത് സ്റ്റിംഗ്രേ C8ന്റെ ടോപ്പ് ഓഫ് ദി റേഞ്ച് മോഡലാണ്. അപ്പൊ ഇതില് എക്സ്ട്രാ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഈ റഫ് റോഡ്സിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലൊരു ലിഫ്റ്റ് കിറ്റ് ഉണ്ട്, ഹൈഡ്രോളിക് ലിഫ്റ്റ് കിറ്റ്. ഫ്രണ്ടിൽ ഹമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 3 ക്യാമറാസ് ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ 3 ക്യാമറാസ് ഉണ്ട്. അപ്പോൾ ഹമ്പ് നമുക്ക് ഫ്രണ്ടിൽ കാണാം.
ഹൈറ്റ് കറക്റ്റ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തുനിന്ന് വണ്ടിയുടെ ഹൈറ്റ് കൂട്ടാം, വണ്ടി നമുക്ക് കയറിപ്പോ. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചും കൂടെ കൂടുതലാണ് ലോട്ടസിനെക്കാളും. പിന്നെ ഇത് ഓട്ടോ കൺവേർട്ടബിൾ ആണ്. ഓട്ടോ കൺവേർട്ടബിളിന് വേറൊരു അഡ്വാൻറ്റേജ് ഇതിനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് റണ്ണിങ്ങിൽ തന്നെ കൺവേർട്ടബിൾ ഓഫും ഓണും ചെയ്യാം. നോർമൽ കാറിനാണെങ്കിൽ നിർത്തിയിട്ട് കൺവേർട്ടബിൾ ചെയ്തിട്ട് പോകാൻ പറ്റും. ഇത് റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ് ടു 50 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ക്ലോസും ചെയ്യാം, ഓപ്പൺ ചെയ്യാം അല്ലേ? അതിന് മുകളിലുള്ള സ്പീഡ് പോയി കഴിഞ്ഞാൽ അത് സേഫ്റ്റി റീസൺ കൊണ്ട് ഓൺ ആവത്തില്ല. അതേപോലെ തന്നെ നമുക്ക് തിരിച്ചും ക്ലോസ് ചെയ്യാം. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ എന്താ പറയുക, സേഫ്റ്റി വൈസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ലതാണ്. നമുക്ക് ഇതിൽ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളത് സെറ്റ് 51 എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോർട്സ് പാക്കേജ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്താ പറയുക, സെറാമിക് ബ്രേക്സ് വരും, പിന്നെ എന്താ പറയുക ലിഫ്റ്റ് കിറ്റ്, പവർ എക്സ്ട്രാ ഉണ്ട്, പവർ ലെവൽ വ്യത്യാസമുണ്ട്. ഹൗസ് പവർ ടോട്ടലി ഡിഫറെന്റ് ആണ്. പിന്നെ ഇപ്പൊ PCM മോഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് നമുക്ക് എന്താ പറയണേ, ഈ മോഡ്സ് മാറുന്നതനുസരിച്ചിട്ട് ഇപ്പൊ മൈ മോഡ് എന്നൊരു മോഡ് ഞാൻ ഉണ്ടാക്കി. ഈ മോഡ് അനുസരിച്ചിട്ട് എനിക്ക് എന്റെ സസ്പെൻഷൻ, എന്റെ സ്റ്റിയറിംഗ്, ഗിയർ, എഞ്ചിൻ റെസ്പോൺസ്, ആക്സിലറേഷൻ, എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ട് എക്സോസ് സൗണ്ട് മാറ്റാൻ പറ്റും. അപ്പൊ പല മോഡലും പല എക്സോസ് സൗണ്ട് ആയിരിക്കും. പിന്നെ നമുക്കൊരു കസ്റ്റമൈസ്ഡ് മോഡ് ഉണ്ട്, അത് ചേഞ്ച് ചെയ്യാം. പിന്നെ അതിൽ മാത്രമല്ല, ഇതിൽ സ്റ്റിയറിംഗിൽ തന്നെ സെഡ് മോഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ നമ്മളടുത്ത് ആരെങ്കിലും വന്നിട്ട് സിഗ്നലിലോ എന്തെങ്കിലും വന്ന് ഇങ്ങനെ സെഡ് മോഡ് ഇട്ടിട്ട് ഒരു പിന്നെ അവനെ കാണൂല. അടിപൊളി. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇപ്പൊ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും? ഇപ്പൊ കൺവേർട്ടബിൾ നമുക്ക് കാണാം, ഈ സസ്പെൻഷൻ നമുക്ക് ലൈവ് ആയിട്ട് കാണാൻ പറ്റുമോ? ഇങ്ങനെ സസ്പെൻഷൻ കാണാൻ പറ്റും. അപ്പൊ അതൊന്ന് കാണിച്ചിട്ട് എക്സോസ് സൗണ്ടും കൂടെ ഒന്ന് കേൾപ്പിക്കാം. അപ്പൊ ഇനി ഇവിടെയാണ് കൺവേർട്ടബിളിന്റെ സ്വിച്ചസ് തന്നെ ഇവിടെയാണല്ലേ? ഇത് ഇത്രയാണ് കൺവേർട്ടബിളിന്റെ സ്വിച്ചസ്. പിന്നെ നമ്മുടെ സസ്പെൻഷൻ താത്തണത് അത് എന്തിന്റെയൊക്കെ സ്വിച്ച്? അതിപ്പോ ഇത് ട്രാക്ഷൻ, ഫ്രണ്ട് ക്യാമറ, നമുക്ക് ലൈവ് റെക്കോർഡിംഗ് ചെയ്യാം. നമ്മുടെ പോകുന്ന ട്രാക്കിന്റെ അതിന്റെ GPS, സ്പീഡ്, RPM ലെവൽസ് എല്ലാം വെച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം. അതിന് SD കാർഡ് ഉണ്ട്, നമുക്ക് എടുക്കാം. വേറെ ആരെങ്കിലും വണ്ടി തട്ടുകയോ ആക്സിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം റെക്കോർഡ് ആണ്. അപ്പൊ ലിഫ്റ്റ് സിസ്റ്റം ഒന്ന് കണ്ടോ പൊങ്ങനെ കണ്ടോ വണ്ടി? ഇതിപ്പോ മാക്സിമം ഹൈറ്റിലാണ് നിൽക്കണത്. ഇനി ഒന്ന് താത്തിക്കേ, കണ്ടോ വണ്ടി താഴണ കണ്ടോ ഹൈറ്റ് താന്ന കണ്ടോ? അടിപൊളി. ഫ്രണ്ട് മാത്രമേ നമുക്ക് താഴെയുള്ളൂ, ഹമ്പ് തട്ടാണ്ടിരിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ ഇനി നമ്മുടെ കൺവേർട്ടബിൾ ഒന്ന് കാണിക്കൂ. ഇതിന്റെ അകത്താണ് ആ എഞ്ചിൻ ഇരിക്കണം കേട്ടോ, V8. വെറുതെ പൊളി സെറ്റ്. അതാണ് അതിന്റെ എക്സോസ് സൗണ്ട് കേട്ടോ. ഒന്നുകൂടെ കാലിട്ട്. അടിപൊളി. അപ്പൊ നമുക്ക് ചെറിയൊരു ഡ്രൈവ് അങ്ങോട്ടേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ നമ്മൾ ചെറിയൊരു ഡ്രൈവ് പോവാണ് ഇതിൻ്റെ. ഓക്കെ, നമ്മൾ മാക്സിമം വൈഡ് ആംഗിൾ ഇട്ടിട്ടുണ്ട്. ഇത് ഫുൾ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നല്ല വെയിലടിക്കണ്ടല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇവിടുന്ന് എനിക്ക് തന്നെ അതുവഴി ഇറങ്ങണ്ട, ഇതുവഴി തന്നെ ഇറങ്ങാം. ഓ, എൻ്റെ V8 ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഇത്. ഷാജിയേട്ടാ, ഞാനൊന്ന് പേടിച്ചു. എൻ്റെ അലിയ സീൻ സൗണ്ട് ആട്ടോ വണ്ടിക്ക്. എൻ്റെ പൊന്നോ, ഇതേ സാധനം എനിക്ക് കുറച്ച് ദിവസം മുൻപ് ഒരെണ്ണം കിട്ടിയായിരുന്നു. പക്ഷെ ഇത് കുറച്ച് കൂടുതലാ. ഇതിപ്പോ Z മോഡലാണോ? നോർമലാണോ ഇത്? ഈശ്വരാ, മോനെ, ഇത് ഇങ്ങനെ പോയാൽ ആരായാലും നോക്കി പോട്ടോ. ഇത് എന്താ സാധനം ഒന്ന്. കാര്യം ദൂരെ നിന്ന് വരുമ്പോ റെഡ് കളർ ഭയങ്കര അടിപൊളിയാ കാണാൻ. ഓ, മോനെ, ഇതാണ് കസ്റ്റം മോഡിൽ കേട്ടോ. എല്ലാ സാധനങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ വണ്ടിയുടെ. എൻജിൻ സൗണ്ട്, നമുക്ക് സസ്പെൻഷൻ, എൻജിൻ
ഷിഫ്റ്റ്, ബ്രേക്ക് ഫീല്, സ്റ്റിയറിങ് എല്ലാ കാര്യവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ ആ Z മോഡിൽ, ഇതാണ് ഇപ്പോൾ Z മോഡിൻ്റെ കോൺഫിഗറേഷൻ. അതായത് എഞ്ചിൻ ഔട്ട്പുട്ടൊക്കെ ഫുള്ളിലാണ് കിടക്കണത് കേട്ടോ. ശരി, ഇപ്പോൾ സസ്പെൻഷൻ മാക്സിമം ലിഫ്റ്റ് ചെയ്തിട്ടേക്കുക. ഒന്ന് ക്യാമറ എടുത്തൊന്ന് കാണിച്ച് കണ്ടോ. ക്യാമറ കാണിക്കുമ്പോഴത്തേക്കും ബാക്ക് കാണുന്നുണ്ടോ ഇത്, അതോ ഫ്രണ്ട് മാത്രമാണോ? ഫ്രണ്ടിലുള്ള 3 ക്യാമറയാണ് ഇപ്പൊ കാണുന്നത്. അപ്പം സസ്പെൻഷൻ എത്രത്തോളം അടി തട്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് ഇതിൽ കൂടെ നോക്കി ഇങ്ങനെ അറിയാൻ പറ്റും കേട്ടോ. ഓ മനസ്സിലായി. അടിപൊളി. അപ്പം അങ്ങനെ നിതിൻ ബ്രോ നമുക്ക് ഒരു നൈസ് റൈഡ്, എൻ്റെ ആദ്യത്തെ V8-ലെ ഒരു റൈഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. കിളി പാറും. അപ്പോൾ ട്രിവാൻഡ്രത്തായിരിക്കും ഈ വണ്ടി പോകുന്നത്. എത്ര ദിവസം എറണാകുളത്തുണ്ട്? 3 ദിവസം എറണാകുളത്തുണ്ട്. അപ്പോൾ 3 ദിവസം എറണാകുളത്തുണ്ടാവും. അപ്പോൾ ഇവിടെ എറണാകുളത്തുള്ളവർക്ക് കാണാം. അല്ലെങ്കിൽ പിന്നെ ട്രിവാൻഡ്രത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എറണാകുളം വരില്ലേ? അപ്പോൾ അടിപൊളി. അപ്പോൾ എല്ലാവർക്കും എവിടെ എവിടെയെങ്കിലും വെച്ചൊക്കെ വണ്ടി കാണാം കേട്ടോ. അപ്പോൾ അതായിരുന്നു നമ്മുടെ വണ്ടി. അപ്പോൾ പിന്നെയും താങ്ക്സ് ടു നിതിൻ ചേട്ടൻ ഇങ്ങനത്തെ വണ്ടികൾ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നതിന്. ഇനി അവിടെയുള്ള ബ്രാബസും എല്ലാം എന്തായാലും ഞാൻ അപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ അടിപൊളി നിതിൻ ചേട്ടാ. ഇനിയും അടുത്ത വണ്ടികൾ ഇനിയും വരട്ടെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലൈക്കൻ നിൽക്കുക. അടുത്ത വീഡിയോ ബെല്ലിംഗ് അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു നിങ്ങൾ സ്വന്തം കൊച്ചി വെച്ചാൽ ബൈ. എല്ലാവർക്കും ബൈ. എല്ലാവരും എന്നെയും കൂടെ ഫോളോ ചെയ്യുക. അതെ, ആക്സസ് നിതിൻ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ. അത് ഞാൻ താഴെ കൊടുത്തേക്കാം, അത് നോക്കിയോട്ടോ.